lights go out, you're in my mind. I close my eyes, so it's just you and I tell myself you'll be back again when the stars are alive. കർത്താവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എബിൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരുക്കമായുള്ള വിവാഹ വാഗ്ദാനത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണ. പ്രത്യേകമായി ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മനോഹരമായി ജീവിക്കുവാനും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കുവാനുള്ള അനുഗ്രഹവും കൃപയും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നസ്രത്തിലെ തിരുക്കുടുംബത്തെ അമ്മ പരിപാലിച്ചതുപോലെ ഈ കുടുംബത്തെയും കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. When spring is coming, പ്രാർത്ഥിച്ചെടുക്കുവാനായിട്ടും വിവാഹത്തിലൂടെ തിരുക്രമമായി കവിതയായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നേതൃത്വം എല്ലാവരെയും സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. എൻ്റെയും സോനാലിയുടെയും മലബാറിലെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ സഹോദരനായ ലിബിച്ചനും അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള അച്ഛനാണ്. അച്ഛന്മാരെയും ഏറെ സ്നേഹത്തോടെ തിരുക്കത്തിലേക്ക് സ്വാഗതം ചെയ്യും. അത്യുന്നതങ്ങളിലെ
വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. ഇസ്രായേലിന്റെ ഭാര്യയെ കടത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനം നൽകിയ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായി നയിക്കും. മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ച നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എബിൻ, സൊനാലി, വലിയ പറമ്പിൽ നെല്ലുവേലി കുടുംബാംഗങ്ങളെ, തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഓരോ ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രങ്ങൾ, സുഹൃത്തുക്കളെല്ലാവരും കടന്നു പോകുക. ഇന്നേ ദിവസം പ്രിയപ്പെട്ട എബിനും സൊനാലിയും ഈ ദേവാലയത്തിൽ ഈശോയുടെ മുൻപിൽ നിന്നുകൊണ്ട്, ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഇവർക്ക് രണ്ടുപേർക്കും ഇന്നു മാത്രമല്ല ഇവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂട്ടായിട്ട് സംരക്ഷണമായിട്ട് ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചില ടെക്നിക്കുകളാണ് ജീവിതത്തിൽ. നമുക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ വരുമ്പോൾ പരസ്പരം സ്നേഹിക്കുക, സന്തോഷിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് വാക്കുകളാണ് സ്നേഹം, സന്തോഷം.
ആനന്ദം എന്നൊക്കെ പറയുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർന്നിട്ടില്ല, വായന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോബി ജോസ് കട്ടിക്കടച്ചൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആനന്ദം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ 2ാമത്തെ പേജിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്, ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ പോകുമ്പോൾ കടകളിലെ പോകാതെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളിൽ, വ്യക്തികളിൽ നമ്മൾ ആരംഭിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ഇതിനോടും സൊനാലിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സ്നേഹമായിട്ട് മാറട്ടെ. മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ സന്തോഷത്തോടൊപ്പം തന്നെ വേദനകളുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ വരും, രോഗാവസ്ഥകൾ വരും. അവിടെ നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല. ഈശോയിലേക്ക് നോക്കുക. നിങ്ങളെ ഒന്നിപ്പിച്ച ഈശോയിലേക്ക് നിങ്ങൾ നോക്കുക. ഈശോ തീർച്ചയായിട്ടും നിങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകളോ ഒറ്റപ്പെടലുകളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലൊക്കെ ഉണ്ടോ, പുറകിലുണ്ടോ, സൈഡിലുണ്ടോ? മുൻപോട്ട് നോക്കുക, മുകളിലേക്ക് നോക്കുക, പരസ്പരം നോക്കുക. നിങ്ങൾ ഈശോയെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാകും. പലപ്പോഴും പലരും പറയുന്നത് ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലെന്നാണ്. സയന്റിഫിക്കായിട്ട് തെളിയിക്കാൻ സാധിക്കും. എല്ലാ ഇഷ്യൂസിനും സൊല്യൂഷനുണ്ട് മനുഷ്യനെ സംബന്ധിച്ച്. ചിലപ്പോൾ അത് വ്യക്തികളുടെ ആയിരിക്കുമ്പോഴായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുമ്പോൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് ഈശോയിലേക്ക് നോക്കുക. ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ തനിച്ചെല്ലാനുള്ള ഭൂമി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും ഒരു സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ആഴ്ചകളിൽ, അടുത്ത ഞായറാഴ്ചയാണല്ലോ നമ്മൾ വിവാഹത്തിൻ്റെ ദിവസം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആഴ്ചകളിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അച്ഛന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രത്യേകം കുർബാനകളിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് എബിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂടപ്പറപ്പുകളെയും അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നൊപ്പം സൊനാലിയുടെ പ്രിയപ്പെട്ട ചാച്ചൻ, അമ്മച്ചി, സഹോദരന്, വൈഫ്, അവരെല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുന്ന 2 കുടുംബങ്ങൾ ഒന്നായി തീരട്ടെ. സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പിതാവായ ദൈവം നമ്മളെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും സകല വിശുദ്ധ ഗണങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഇവർ ചെയ്യുന്ന വാഗ്ദാനമനുസരിച്ച് വിവാഹങ്ങൾ ഇവർക്ക് നൽകിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയശക്തിയിലും അധിഷ്ഠിതമായ വിവാഹം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തെ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന ഭൂദാസത്തിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണപര്യന്തം നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാം ഓരോരുത്തരെയും പിതാവിനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നൈക്യം സമ്മതത്തോടുകൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. എബിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ
സൊണാലി എന്ന് വിളിക്കപ്പെടുന്ന റോസ്മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സൊണാലി എന്ന് വിളിക്കപ്പെടുന്ന റോസ്മരിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമായ ഉദാശയിലൂടെ എബിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ സാക്ഷി വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ ജോസഫ് റോസ്മരിയ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയെ നിർമ്മലമായി സ്വീകരിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനം ചെയ്ത ദാസരുടെ മേൽ കാരുണ്യത്തിന്റെ ഫലം കൈവരിക്കണമേ. ഞങ്ങളുടെ മേൽ നാഥനായ യോസേഫിനെ ഞങ്ങളുടേതായ ആത്മമാസങ്ങളെയും പ്രാർത്ഥനയുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശേഷിയായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും വാഗ്ദത്തം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റെബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉന്നതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ വിവാഹമെന്ന ഉദാശികളായി അണിയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിലുള്ള ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Heart beats fast, colors and promises. How to be brave, how can I love? Welcome to Ebins and Sonali's wedding reception. നമുക്ക് രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എബിനെയും സൊനാലിയെയും രണ്ടുപേരെയും അവരുടെ ഫാമിലിക്കൊപ്പം ഈ വേദിയിലേക്ക് നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ സ്വാഗതം ചെയ്യാം. So without any further ado, let us all welcome Ebin and Sonali onto the stage. വളരെ ഹാപ്പി ആണല്ലേ? ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എന്താണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഇനി വെഡിങ്ങിൻ്റെ ദിവസത്തേക്ക് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ വിഷസ് അറിയിക്കുകയാണ്. സോ നമുക്ക് ഇവരെ രണ്ടുപേരെയും അറിയാവുന്ന ഒരുപാട് പേര് കാണുമല്ലേ? എന്നാലും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ, ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടട്ടെ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇനി എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രൈഡ് സൊനാലി സന്തോഷ് സോഷ്യൽ വർക്കറായിട്ട് UK വർക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് സൊനാലിയുടെ പേരൻസിനെയും കൂടെ അതോടൊപ്പം തന്നെ സൊനാലിയുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. I would like to invite Sonali's parents, Mr. Santosh and Mrs. Shaini Santosh, onto the stage. സൊനാലിയുടെ പേരൻസ് ആയ മിസ്റ്റർ സന്തോഷ് ആൻഡ് മിസ്സസ് ഷൈനി സന്തോഷിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സൊനാലിസ് ബ്രദർ മിസ്റ്റർ സോനിഷ് ആൻഡ് സൊനാലിസ് സിസ്റ്റർ ഇൻ ലോ ലായ, ഇവരെ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് തന്നെ ഇവരെ സ്വാഗതം ചെയ്യാം കേട്ടോ. സ്റ്റേജിലേക്ക് ആരൊക്കെ കയറി വന്നാലും ഒരു കയ്യടി കൊടുക്കാം. And now I would like to invite Ebin's family members onto the stage. Ebin ഒരു സ്പെഷ്യൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമുക്ക് സൊനാലിയോട് തന്നെ ചോദിക്കാം. ഞാൻ അതുകൊണ്ടാണ് എബിൻ്റെ പ്രൊഫഷൻ പറയാതിരുന്നത്. സൊനാലി തന്നെ പറയേണ്ട ഒരു പ്രൗഡ് പ്രൊഫഷനാണല്ലോ എബിൻ്റേത്. കാണികൾക്കായിട്ട്
ഒപ്പം തന്നെ എബിൻ്റെ എൽഡർ ബ്രദറായ ഫാദർ ലിബിനെയും ഏറെ സ്നേഹത്തോടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വരണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എബിൻ്റെ ബ്രദർ മിസ്റ്റർ വിമിനെയും സിസ്റ്റർ ഇൻ ലോ അന്നയെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബിൻ്റെ സിസ്റ്റർ ലിൻഡയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എബിൻ്റെ സിസ്റ്റർ ഇൻ ലോ അന്ന ഇന്നിവിടെ വന്നിട്ടില്ല. ഒരു കുഞ്ഞാവയൊക്കെ ആയിട്ട് കുഞ്ഞാവയുടെ സംരക്ഷണമൊക്കെ ആയിട്ടിരിക്കുന്നു. എന്താണെങ്കിലും അന്നയും ഈ വേദിയിൽ നമുക്ക് ഏറെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്ത് നിർത്താം. എബിനും സൊനാലിയും ചേർന്ന് ആദ്യ ദീപം, ആദ്യ തിരി തെളിയിക്കുകയാണ്. ഇവരുടെ ലൈഫിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലേ. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഇപ്പോൾ ഇവർ തെളിയിക്കുന്ന ഈ തിരി അല്ലെങ്കിൽ ഈ ഒരു ദീപത്തിന്റെ വെളിച്ചം ഇതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുടനീളം ഇവർക്ക് വഴികാട്ടിയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. എബിന്റെ പേരൻസിനെ ഏറെ സ്നേഹത്തോടെ തിരികൾ തെളിക്കാനായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സൊനാലിയുടെ പേരൻസിനെയും ഏറെ സ്നേഹത്തോടെ തന്നെ തിരികൾ തെളിക്കുന്നതിനായി സ്വാഗതം ചെയ്യും. എബിൻ ആൻഡ് സൊനാലി കേക്ക് കട്ടിംഗ് സെറമണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. Settle and stay. I spent my whole life just running away. When my heart was wandering, you gave it a place. And it felt so blue and endless. It just ain't home in Kansas. Just when it seemed there was nowhere for me, is when I fell in love in Texas. Tasted and seen incredible things with thousands of miles up under my feet. എന്താണെങ്കിലും രണ്ടുപേരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ടേ. കേരള പോലീസിനോട് പിന്നെ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാം. എന്തുണ്ടെങ്കിലും ആൻസർ റെഡി എന്ന് പറഞ്ഞോളും. എന്താ ചീ എന്തൊക്കെയോ അവിടുന്ന് ശബ്ദ കോലാഹലങ്ങളൊക്കെ കേൾക്കുന്നു. കുഴപ്പമില്ല. സൊനാലി അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ അല്ലേ, അപ്പോൾ നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എബിനോട് ചോദിക്കുകയാണ്, എബിൻ എന്തുകൊണ്ടാണ് സൊനാലിയെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് സൊനാലിയെ വൈഫായി കൊണ്ടുപോകാം, നിന്റെ കൂടെ കൊണ്ടു നടക്കാം എന്ന് തീരുമാനിച്ചത് എന്നൊന്ന് പറയാമോ? കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനിങ്ങ് കൊണ്ടുപോകുന്നു എന്നാണ് എബിന്റെ ആൻസർ. എന്നാലും ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറം നിങ്ങൾ തമ്മിൽ ഇപ്പം കല്യാണം അറേഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പം എത്ര നാളത്തെ പരിചയമുണ്ട്? അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ പരിചയമുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പരിചയമുണ്ടോ? എത്ര നാളത്തെ പരിചയമുണ്ട്? ഇവര് തമ്മിൽ 5 വർഷത്തെ പരിചയമുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ആൻസറിലേക്ക് തീർത്ത് കളഞ്ഞു. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാനിങ്ങ് കൊണ്ടുപോകുന്നു, ഞാനിങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് പോരാ. 5 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും കുറച്ചും കൂടെ ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൻസർ വേണം. സോ ഈ മൈക്ക് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാണ്. ഞാൻ നിങ്ങളോട് വളരെ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഓർത്തു. പക്ഷേ 5 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാതെ വിടാൻ പറ്റില്ല. അതുകൊണ്ട് മൈക്ക് അടുപ്പിച്ച് പിടിച്ച് തന്നെ പറഞ്ഞോളൂ ആൻസർ. എല്ലാവർക്കും കേൾക്കണമല്ലോ. ഇവരൊക്കെ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസർ എന്താണ് എന്നൊക്കെ അറിയാം. അപ്പോൾ എബിൻ ഒന്നും കൂടി ഒന്ന് പറയുമോ, എന്തൊരു സ്പെഷ്യാലിറ്റി, എന്ത് ഗുണമാണ് സൊനാലിയിൽ കണ്ടത്? കണ്ടു ഇഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി എന്ത് സ്പെഷ്യാലിറ്റി
സ്പെഷ്യാലിറ്റിയാണ് സൊനാലിയിൽ കണ്ടതെന്ന് പറയൂ. നല്ല ക്ഷമയുണ്ട്. 5 വർഷം എന്നെ സഹിച്ചു എന്നുള്ളത് തന്നെ ഇപ്പൊ തന്നെ എബി പറയുന്നുണ്ട്. നല്ല ക്ഷമയുണ്ട്. എന്തായാലും എബിനെ ഇനി കഷ്ടപ്പെടുത്തണ്ടല്ലേ. സൊനാലിയോട് നമുക്ക് ചോദിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. സൊനാലി, എന്ത് ക്വാളിറ്റിയാണ് എബിനിൽ സൊനാലി കണ്ടത്? രണ്ടുപേരും ക്ഷമ കണ്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഇഷ്ടപ്പെട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയേക്കാമെന്ന് വെച്ചത്. അപ്പൊ ഇവരുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഒരു ക്ഷമയായിരിക്കും. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ക്ഷമിച്ച് അങ്ങ് പൊക്കോളും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പിന്നെ 5 വർഷമായിട്ട് പരിചയമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബെഡ്റൂം മറ്റാരിലൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് ഇതുപോലെ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്. എന്ത് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ട്? നല്ല രസമുണ്ട് കാണാൻ അല്ലേ? എബിനെന്ത് തോന്നുന്നു? സൊനാലെ ഇങ്ങനെ നല്ലൊരു ഡ്രസ്സിലൊക്കെ കണ്ട് നല്ല സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? സുന്ദരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും സിമ്പിൾ ആൻസേഴ്സ് പറഞ്ഞിങ്ങനെ ഒഴുകി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും രണ്ടുപേരും ജോലിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഒരു ഡിസ്ക്രൈബ് ആൻസേഴ്സ് ഒക്കെ പ്രതീക്ഷിച്ച് സാരമില്ല. എന്നാലും നമുക്ക് കിട്ടേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടിയല്ലേ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നിങ്ങൾ ഇന്ന് പള്ളിയിൽ വെച്ച് സമ്മതമൊക്കെ അറിയിച്ചു പോന്നു. നിങ്ങൾ അച്ഛൻ പറഞ്ഞൊരു ചെറിയ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്ന് വിട്ടിട്ടുണ്ടാവും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാലും നിങ്ങൾ ഇനി തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാതിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇനി തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടു പോകണം എന്ന് മനസ്സിൽ ചിന്തിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇപ്പോൾ ഒന്നിച്ചാണല്ലോ ജീവിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യം എന്നുള്ളതും കൂടി ഒന്ന് പറയാമോ? പരസ്പരം ആലോചിക്കുകയാണ്. ഒന്നിച്ച് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ആലോചിക്കാതെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണല്ലേ. കോട്ടയം വയ്ക്കാം. അവർ പയ്യെ ആലോചിച്ച് തീരുമാനിക്കട്ടെ. എന്താണേലും ഈ ഒരു കാര്യം ഞാൻ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരം ഇവരുടെ പേരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇപ്പം പറയാനല്ല, നിങ്ങൾ എന്താണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഇവർ പുതിയതായിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പേരൻസിന്റെ ഫാമിലി ലൈഫിൽ ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് ഇത്രയും നാൾ ഒന്നിച്ച് ജീവിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഇവനും സൊനാലിക്കും കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക. ഓക്കെ. ആൻഡ് ഒരു കാര്യം കൂടെ സൊനാലിയോട് ചോദിച്ചോട്ടെ. സൊനാലി കുക്ക് ചെയ്യോ? എബി കുക്ക് ചെയ്യോ? ഇല്ല. സൊനാലി കുക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ സൊനാലിയെക്കാളും പെട്ടെന്ന് ആൻസർ പറഞ്ഞത് എബിനാണ്. പിന്നേന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ആൻസർ കേട്ടിട്ട് ഞാൻ ഓർത്തു എബിനും നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യായിരിക്കുന്നു. അതുപോലെ ഞാൻ ചോദിച്ചു പോയതാണ്. പക്ഷെ ആൻസർ ഇല്ലെന്നായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. സൊനാലി, എബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് അറിയാമോ? സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. സൊനാലിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമോ? അറിയില്ല. അടിപൊളി. അപ്പോൾ എന്താണെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കണം. അറിയാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചേനെ. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്താണെങ്കിലും അറിയില്ല. പക്ഷെ റെസിപ്പി സിമ്പിളാണ് ആയിരിക്കും. അത് പിന്നെ തോന്നുന്ന പോലെ ഒരു റെസിപ്പി ഒന്ന് പറയാമോ? എന്തായിരിക്കും അതിൻ്റെ റെസിപ്പി? കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് റെസിപ്പീസ് ഒക്കെ. നിങ്ങൾ റെസിപ്പി ഒന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പോൾ വരാം. പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം കുക്കറിലിടുക. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പിടുക. സാമ്പാർ പൊടി ഇടുക. കുക്കറിൽ വിസിലടിപ്പിക്കുക. അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് കുറച്ച് പരിപ്പ് പൊടി എടുത്തിട്ട് അതുപോലെ കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം രണ്ടുകൂടെ മിക്സ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇരുന്ന് എബി ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇവിടെ ഇരുന്ന് അമ്മമാരൊക്കെ കേട്ടല്ലോ അല്ലേ? പറഞ്ഞ റെസിപ്പിയൊക്കെ ഏകദേശം ഓക്കെ ആണോ? ഓക്കെ ആണ്. നമ്മുടെ അമ്മച്ചിമാരുടെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും. അപ്പോൾ സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടെ. നല്ല രീതിയിലൊക്കെ സാമ്പാർ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എബിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താണെങ്കിലും ഒരു സിമ്പിൾ കാര്യം കൂടെ ചോദിച്ച് ഞാൻ നിർത്താണ്. തീർന്നു. ഇതും കൂടെ ഉള്ളൂ. തീർന്നു. ഞാൻ നിർത്തി. ഒരു സിമ്പിൾ കാര്യം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്
പരസ്പരം ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സോങ് പറയൂ. കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിൽ വന്നായിരിക്കുമല്ലോ. പൂമുഖവാതിൽക്കൽ എന്ന് പറയുന്ന പാട്ടൊക്കെ ചിലപ്പോൾ ആലോചിച്ച് കാണും. അതുപോലെ ഏതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് കാണും. ഏത് പാട്ടാണ് തോന്നുന്നത്? ഏതാണ് ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് തോന്നുന്ന പാട്ട്? ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ടാണെന്ന് പറഞ്ഞത്. ഇംഗ്ലീഷ് പാട്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അവരോടൊട്ട് പാടാനും പറയുന്നില്ല. സാധാരണ സ്റ്റേജുകളിൽ പോകുമ്പോൾ മലയാളം, ഹിന്ദി, തമിഴൊക്കെ ആണെങ്കിൽ ഇനി ഇൻ കേസ് ബ്രൈഡ് ആൻഡ് ഗ്രൂപ്പ് പാടിയില്ലെങ്കിൽ ഞാനൊന്ന് പാടിക്കൊടുക്കാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആയത് കാരണം ഞാൻ അധികം അങ്ങ് ശ്രമിക്കുന്നില്ല. ആ പാട്ട് ഏതാണെന്ന് പറയോ? ടൈലർ സ്വിഫ്റ്റിന്റെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. ഏത് പാട്ടാ? അതൊന്ന് പറഞ്ഞേ. ഒരു കൈയ്യടി കൊടുക്കട്ടോ. കുറച്ചാണെങ്കിലും ഒന്ന് പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് എബിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം. എന്താണെങ്കിലും വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് എബിൻ ആൻഡ് സൊനാലി. അതുപോലെ തന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞതിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ബാക്കി ഫോട്ടോ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. Close your eyes, feel the night softly glowing, gentle light, whispers of a dream so far, far, catching wishes in One step closer. One step closer. home, where my heart is full. Oh, where I don't feel away. See the color, color, color through their eyes. Joy of little, little, little things in life. I can't fight up in the sky. Joy of